ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്തൻ, ഭാഗം 1693. ഇന്ന് ഓഗസ്റ്റ് മാസം 19-ാം തീയതി 232-ാമത്തെ ദിവസത്തിലെത്തി. അയാൾ ഒത്തിരി അസ്വസ്ഥനായിരുന്നു. അതുകൊണ്ട് തന്നെ ധൃതിയിൽ മനഃശാസ്ത്രജ്ഞനോട് പറഞ്ഞു, മനസ്സിന് കുറച്ചുകൂടി ഉല്ലാസവും ആശ്വാസവും കിട്ടണം. എങ്ങനെയാണ് വീണ്ടെടുക്കാൻ പറ്റുക? മനഃശാസ്ത്രജ്ഞന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: താങ്കൾ വീടിന് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഇങ്ങനെ വഴിയില് യാത്രയില് കണ്ടുമുട്ടുന്ന മനുഷ്യരെ കുറെ കൂടി ആഴത്തിലൊന്ന് പരിശോധിക്കണം, നോക്കണം. അവരെ കുറച്ചുകൂടി ഒന്ന് പഠിക്കണം. എന്തിനാണെന്ന് ചോദിച്ചു. അവർക്കൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. എന്നിട്ട് താങ്കളുടെ കഴിവിനനുസരിച്ച് പരിമിതികൾക്കകത്ത് നിന്നോണ്ട് മതി അവരെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കണം. അപ്പോൾ താങ്കൾക്ക് വലിയ ഉല്ലാസവും സന്തോഷവും ഒക്കെ ലഭിച്ചു തുടങ്ങും. താങ്കളുടെ ഇപ്പോഴത്തെ പ്രശ്നം താങ്കളെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടാണ് മനസ്സ് വളരുകയല്ല, വല്ലാതെ തളരുന്നതും തകരുന്നതും. ശരിക്കും ഈ സമൂഹത്തിന്റെ തന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഞാൻ ഉൾപ്പെട്ടതാണ് ഈ സമൂഹത്തിന്റെ പ്രശ്നം എന്റെ പ്രശ്നമാണ്. അവനവനിലേക്ക് വല്ലാതെ ചുരുങ്ങിപ്പോയി. അതാണ് ആത്മസംഘർഷങ്ങളുടെയൊക്കെ അടിസ്ഥാന കാരണം. അവനവനിലേക്ക് മാത്രം ചുരുങ്ങിപ്പോയി. സ്വന്തം ഇഷ്ടങ്ങളെയും മുൻഗണനകളെയും മാത്രം താലോലിച്ചു പോയി. അതിനപ്പുറത്ത് ഒന്നുമില്ല, അതിനപ്പുറത്ത് ആരുമില്ല. ഒരു വീടെടുത്താല് 4-6 ആളുകൾ അവിടെ ഉണ്ടാവും. പക്ഷേ എല്ലാവരും ഒന്നും പറയുന്നില്ല, അതിൽ മിക്കവരും അവനവനിൽ മാത്രം ഇങ്ങനെ വല്ലാതെ ചുരുങ്ങിപ്പോയതാ. അതുകൊണ്ട് തന്നെ അവർക്ക് വെളിയിൽ മറ്റാരെയും കാണാനോ കേൾക്കാനോ അറിയാനോ കഴിയാതെ പോകും. അങ്ങനെയുള്ള ശേഷി ഹൃദയത്തിന് എങ്ങനെയൊക്കെയോ നഷ്ടപ്പെടും. അതോടുകൂടി അവനവന്റെ ഇഷ്ടങ്ങൾക്കും മുൻഗണനകൾക്കും മാത്രമാകും പ്രാധാന്യം. അതിനുവേണ്ടി വല്ലാതെ വാശി പിടിക്കും, വല്ലാതെ പരിഭവിക്കുകയും കലഹിക്കുകയും ഒക്കെ ചെയ്യും. ഇത്രയൊക്കെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് കാര്യം പിടുത്തം കിട്ടുന്നുണ്ട്. ഇതിനൊരു പരിഹാരം ആവശ്യമാണ്. അതാവട്ടെ ആവശ്യങ്ങളേറെയുള്ള, പരുക്കുകളേറെയുള്ള, ബലഹീനതകളുള്ള മനുഷ്യരിലേക്ക് നമ്മളെ തന്നെ ബോധപൂർവം എത്തിക്കുക എന്നുള്ളതാണ്. ഒപ്പം ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നമ്മുടെ സമ്പത്തിന്റെ വിഭവം മാത്രമല്ല, സമയത്തിന്റെയും അറിവിന്റെയും സാമർഥ്യത്തിന്റെയും ഒക്കെ ചെറു വിഭവങ്ങൾ കൊണ്ട് അവരെ ഒന്ന് പരിപാലിച്ചു തുടങ്ങുക, അവരെ ഒന്ന് ബലപ്പെടുത്തി തുടങ്ങുക. ശരിക്കും ബലപ്പെടുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. അത്ഭുതത്തോടെ നമുക്ക് തിരിച്ചറിയാനും ആസ്വദിക്കാനും പറ്റും. പ്രാർത്ഥനയോടുകൂടി ആമേൻ.